إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം പരിശുദ്ധ ഖുർആനുമായി വിശ്വാസികൾ വെച്ചു പുലർത്തേണ്ടുന്ന നിരന്തരമായ ബന്ധത്തെ സംബന്ധിച്ചും അതിലൂടെ ഉണ്ടാകുന്ന ഇഹപര നേട്ടങ്ങളെ സംബന്ധിച്ചുമാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാദിലെ 29-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ. ഈ ഒരു വേദഗ്രന്ഥം നബിയെ താങ്കൾക്ക് നാം അവതരിപ്പിച്ച് നൽകിയിരിക്കുന്നു. മുബാറകുൻ ഐ കസീറുൽ ബറക, ധാരാളമായി ബറക്കത്തുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് അത് ഇന്നതാണ് എന്ന് എണ്ണപ്പെട്ടിട്ടില്ല. മറിച്ച് എല്ലാ അർത്ഥത്തിലും എല്ലാ ബറക്കത്തുകളും പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിറിലെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വ അഖാമുസ് സ്വലാഹ് വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുന്ന ആളുകൾ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, വ അഖാമുസ് സ്വലാഹ് നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നു, വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയ നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുകയും ചെയ്യുന്നവർ, യർജൂന തിജാറതൻ ലൻ തബൂർ, അവർ ആഗ്രഹിക്കുന്ന കച്ചവടം ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ്. ഒരിക്കലും നഷ്ടം സംഭവിക്കുകയില്ല പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. ലിയുവഫിയഹും ഉജൂറഹും, അവരുടെ പ്രതിഫലം അല്ലാഹു അവർക്ക് പൂർത്തീകരിച്ചു നൽകും. വയസീദഹും മിൻ ഫദ്ലി, അല്ലാഹു അവൻ്റെ ഫദ്ലിൽ നിന്ന് ധാരാളമായി അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇന്നഹു ഗഫൂറുൻ ശകൂർ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനും നന്ദിപൂർവം അടിമകളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നവനുമാകുന്നു. അപ്പോൾ അജ്ർ, പ്രതിഫലം അല്ലാഹു പൂർത്തീകരിച്ചു നൽകും. അതിനു പുറമെ അല്ലാഹുവിൻ്റെ ഫദ്ലിൽ നിന്ന് ധാരാളമായി വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യും. അവരുടെ കച്ചവടത്തിൽ, അവരുടെ ബിസിനസ്സിൽ ഒരു നഷ്ടവും സംഭവിക്കുകയില്ല. അങ്ങനെയുള്ള പ്രവൃത്തിയാകുന്നു പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. സൂറത്തുൻ നംലിലെ 91-92 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നു, വ ഉമിർതു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അൻ അകൂന മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടാൻ, ഒരു മുസ്ലിമായി തീരാൻ, അള്ളാഹുവിന് കീഴൊതുങ്ങുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. തുടർന്ന് വ അൻ അത്ലുവൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുവാനും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 2 പോയിന്റുകളാണ് ഇതിലുള്ളത്. ഒന്ന്, ഒരു യഥാർത്ഥ മുസ്ലിം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. അതാണ് വ ഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ വ അൻ അത്ലുവൽ ഖുർആൻ,
മുസ്ലിമാകുവാനും ഖുർആൻ ഓതുവാനും അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ അടയാളമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. രണ്ടാമത്തത് ഉമിർത്തു എന്നാണ് പറഞ്ഞത്, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അംറുൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക കൽപ്പനയാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. കാരണം ഖുർആൻ പഠിക്കാതെ ഒരാൾക്ക് യഥാർത്ഥ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കുക സാധ്യമല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അടയാളമെന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും പഠനവുമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ, ഏറ്റവും നല്ലവൻ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകുന്നു. അപ്പോൾ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായിട്ടുള്ള വ്യക്തികൾ ഖുർആൻ പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും അതിൻ്റെ ആശയം മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് കൂടി അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും നല്ല വിശ്വാസിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മനുഷ്യരിൽ നിന്ന് ചില പ്രത്യേകം ആളുകളുണ്ട്, ചില പ്രത്യേകമാക്കപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ മൻ ഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ ആരാണ് ആ അല്ലാഹുവിൻ്റെ പ്രത്യേകമായ ആളുകൾ? പ്രപഞ്ചത്തിലെ സൃഷ്ടികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്, മുഴുവൻ മനുഷ്യരും അല്ലാഹുവിനുള്ളതാണ്. എന്നിരിക്കെ അല്ലാഹുവിന് മനുഷ്യരിൽ നിന്ന് പ്രത്യേകം ചില ആളുകളുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ, അതുകൊണ്ടാണ് അവർ അങ്ങനെ ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി അഹ്ലുൽ ഖുർആൻ, ഖുർആനിൻ്റെ അഹ്ലുകാർ, ഖുർആനിൻ്റെ ആളുകൾ, ഖുർആൻ പഠിക്കുകയും അത് പാരായണം ചെയ്യുകയും ഖുർആനുമായി ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നവരാരോ അവർ ഹും അഹ്ലുല്ലാഹ്, അവരാകുന്നു അല്ലാഹുവിൻ്റെ അഹ്ലുകാർ, വഖാസ്സതുഹു, അല്ലാഹുവിന് പ്രത്യേകമാക്കപ്പെട്ടവരുമാകുന്നു അവർ. അല്ലാഹു പ്രത്യേക പരിഗണനയും അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ ഹിഫ്ളും എല്ലാം ഉണ്ടാകുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഉലമാക്കൾ വിശദീകരിച്ചിരിക്കുന്നു. അള്ളാഹുവിന് ഖാസായ ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് അവർക്കുണ്ടാകും, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ അവർക്കുണ്ടാകും, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മാർഗദർശനം അവർക്കുണ്ടാകും. അങ്ങനെയുള്ള ഒരു സ്ഥാനത്തേക്ക് അള്ളാഹു ഉയർത്തും. ആരെ? പരിശുദ്ധ ഖുർആനിൻ്റെ ആളുകളെ, ഖുർആൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകളെ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യണം ജീവിതത്തിൽ. അത് ചില പ്രത്യേക ആളുകൾക്ക് വേണ്ടി മാത്രം നിശ്ചയിക്കപ്പെട്ട കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. ഖുർആൻ പാരായണം ചെയ്യാൻ പ്രത്യേകമായ ഖാരിഇങ്ങൾ, ഇമാമിങ്ങൾ, അവർക്ക് മാത്രമാണ് അത് ബാധകമെന്ന് വിചാരിക്കരുത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ മിന്നാ മൻ ലം യതഗന്ന ബിൽ ഖുർആൻ, ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളിൽപ്പെട്ടവരല്ല. ആര്? മൻ ലം യതഗന്ന ബിൽ ഖുർആൻ, ഖുർആൻ ഈണത്തിൽ പാരായണം ചെയ്യാത്ത ആളുകൾ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടി. ഒന്ന്, ഖുർആൻ പാരായണം ചെയ്യണം. രണ്ട്, അത് ഈണത്തിൽ തന്നെ പാരായണം ചെയ്യണം. അല്ലാത്തവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളിൽപ്പെട്ടവരല്ല. അതിൻ്റെ അർത്ഥം ഖുർആൻ ഓതാത്തവനും ഈണത്തിൽ ഓതാത്തവനും മുസ്ലിമല്ല, സത്യനിഷേധിയാണ് എന്ന അർത്ഥത്തിലല്ല. മറിച്ച് ഒരു മുസ്ലിമിൻ്റെ പൂർണ്ണതയിൽ ഒരാൾ എത്തുന്നത്, ഇസ്ലാമിൻ്റെ പൂർണ്ണതയിൽ ഒരാൾ എത്തുന്നത്, അതിൻ്റെ ഒരു മഹത്വവും തിളക്കവും ചൈതന്യവും മധുരവും ഉണ്ടാകുന്നത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴാണ്. മാത്രമല്ല നല്ല ഈണത്തിൽ പാരായണം ചെയ്യുന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് എന്നാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്, അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് അദ്ദേഹം നേരിട്ട് കേട്ടു. എന്താണ് പ്രവാചകൻ പറയുന്നത്? മാ അദിനല്ലാഹു ലിശൈഇൻ മാ അദിന ലിന്നബിയ്യിൻ ഹസനി സ്വൗതി യതഗന്നാ ബിൽ ഖുർആനി യജ്ഹറു ബിഹി. മാ അദിനല്ലാഹു ലിശൈഇൻ, അല്ലാഹു ഒന്നിനും കാതോർത്ത് കേൾക്കുന്നില്ല, അള്ളാഹു ഒന്നിനും കാതു കൊടുക്കുന്നില്ല.
ഏതിന് കാതുകൊടുക്കുന്നത് പോലെ, മാ അദിനലി നബിയിൻ, ഒരു പ്രവാചകന് കാതുകൊടുക്കുന്നത് പോലെ. എപ്പോൾ? ഹസനി സൗതി, നല്ല ശബ്ദത്തിൽ, അഥവാ നല്ല തജ്വീദോടുകൂടി, നല്ല ഈണത്തിൽ. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ ഒന്നുകൂടി വ്യക്തമാക്കി, യതഗന്നാ ബിൽ ഖുർആൻ, വളരെ നന്നായി ഈണത്തിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ. മാത്രമല്ല യജ്ഹറു ബിഹി, ഉറക്കെ പാരായണം ചെയ്യുക. പതുക്കെയല്ല, ഉറക്കെ എന്ന് പറഞ്ഞാൽ അലറി വിളിച്ചുകൊണ്ട് എന്നർത്ഥത്തിലല്ല, മറിച്ചു പതുക്കെയല്ലാതെ ചുറ്റിലുമുള്ള ആളുകൾക്കെങ്കിലും കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ, അവർക്കും ഈമാൻ വർദ്ധിക്കാൻ പറ്റുന്ന രൂപത്തിൽ, അവർക്കും ഖുർആനിനെ ശ്രവിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈണത്തിൽ പാരായണം ചെയ്യണം. അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു അത് ശ്രദ്ധിച്ച് കേൾക്കുന്നു എന്നാണ്. നമുക്കറിയാം, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യവും അവൻ്റെ കേൾവി ഒരുപോലെയാണ്. എന്നിട്ടും ഖുർആൻ കേൾക്കുന്നത് പോലെ അള്ളാഹു മറ്റൊന്ന് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഖുർആൻ പാരായണം ചെയ്യുന്ന അടിമകളോടുള്ള ഇഷ്ടവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന പ്രത്യേകമായ പരിഗണനയുമാണ് ഈ ഹദീസിലൂടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. എന്നാൽ എനിക്ക് ഖുർആൻ ഈണത്തിൽ ഓതാൻ അറിയില്ല, തജ്വീദോടുകൂടി ഓതാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ ഖുർആനുമായി ബന്ധപ്പെടുകയില്ല എന്ന് ഒരാളും കരുതാൻ പാടില്ല. എന്താണ് അതിനുള്ള തെളിവ്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, മസലുൽ ലദീ യഖറഉൽ ഖുർആന വഹുവ ഹാഫിദുൻ ലഹു മഅസ് സഫറത്തിൽ കിറാമിൽ ബററ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തി, മാത്രമല്ല വഹുവ ഹാഫിദുൻ ലഹു, ഹാഫിളാണ്, ഹിഫ്ളുണ്ട്, ഹിഫ്ളോടുകൂടിയാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ മഅസ് സഫറത്തിൽ കിറാമിൽ ബററ, പുണ്യവാന്മാരായ സഫറത്തിൻ്റെ മലക്കുകളുടെ കൂടെയായിരിക്കും അന്ത്യനാളിൽ എന്നാണ്. അന്ത്യനാളിൽ അവർ ഉന്നതരായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ അടക്കമുള്ള സഫറത്തിൻ്റെ അഥവാ സന്ദേശവാഹകരായ മലക്കുകളുടെ കൂടെയായിരിക്കും. ആര്? ഖുർആനിൽ ഹിഫ്ളുണ്ടാവുക, അതോടൊപ്പം തന്നെ അത് പാരായണം ചെയ്യുകയും വേണം. അതാണ് മസലുൽ ലദീ യഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ഒരാൾ, വഹുവ ഹാഫിദുൻ ലഹു, ഹാഫിളുമാണ്. അങ്ങനെയുള്ളവരുടെ സ്ഥാനമാണ് ഈ പറഞ്ഞത്. വീണ്ടും അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, വമസലുൽ ലദീ യഖറഉൽ ഖുർആന വഹുവ യതആഹദു വഹുവ അലൈഹി ശദീദുൻ ഫലഹു അജ്റാൻ. എന്നാൽ ചില ആളുകൾ, അവർക്ക് പ്രയാസകരമാണ് ഖുർആൻ ഭംഗിയായി ഓതാൻ, ഈണത്തിൽ ഓതാൻ അവർക്ക് സാധിക്കുന്നില്ല, തജ്വീദോടുകൂടി ഓതാനും സാധിക്കുന്നില്ല. എന്നാലും താൻ പഠിച്ച അറിവനുസരിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് ഓതാൻ ശ്രമിക്കുന്നവർക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്നാണ്. ഒന്ന്, ആ വ്യക്തിയുടെ നല്ല നിയ്യത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും കൂലി, മറ്റൊന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ കൂലി. ഈ രണ്ട് കൂലിയും അവർക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും അള്ളാഹു തനിക്ക് നൽകിയ കഴിവനുസരിച്ചുകൊണ്ട് ആ വ്യക്തി ഖുർആൻ പാരായണം ചെയ്യേണ്ടതാണ്. അതേ സന്ദർഭത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ലൈസ മിന്നാ മല്ലം യതഗന്ന ബിൽ ഖുർആൻ എന്ന ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ അവർ പറഞ്ഞു, ഖുർആൻ ഈണത്തിൽ ഓതാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഖുർആൻ ഈണത്തിൽ ഓതാൻ അള്ളാഹു കഴിവ് നൽകിയിട്ടുണ്ട്, തൊണ്ടക്ക് പ്രശ്നമില്ല, തജ്വീദ് പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും പരിശുദ്ധ ഖുർആൻ പരിഗണിക്കാതിരിക്കുകയും പാട്ടുകൾക്കും സംഗീതങ്ങൾക്കും അതേപോലെയുള്ള കാര്യങ്ങൾക്കും അവർക്ക് നല്ല ഈണമുണ്ട്, നല്ല ട്യൂണുണ്ട്, അതൊക്കെ വളരെ സ്ഫുടതയോടുകൂടി അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഖുർആനിലേക്ക് അവർ തിരിഞ്ഞു നോക്കുന്നില്ല, ഖുർആൻ ഈണത്തിൽ ഓതാൻ അവർ ശ്രമിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് കുറ്റകരമായ കാര്യമായി തീരും എന്നതിലേക്കുള്ള സൂചനയാണ് എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല, അസൂയാർഹമായ പ്രവർത്തനങ്ങളിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് പരിശുദ്ധ ഖുർആൻ ഈണത്തിൽ പാരായണം ചെയ്യലും ഖുർആനുമായിട്ടുള്ള ബന്ധവുമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ ഹസദ ഇല്ലാ ഫി ഇസ്നതൈൻ, രണ്ട് കാര്യങ്ങളിലല്ലാതെ അസൂയ പാടില്ല. ഇവിടെ അസൂയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉലമാക്കൾ പറഞ്ഞു ഗിബത, മറ്റൊരാളെപ്പോലെ ഞാനും ആവണമെന്ന് ആഗ്രഹിക്കലാണ്. അതുപോലും രണ്ട് കാര്യത്തിലാണ് അനുവദിച്ചിട്ടുള്ളത്. ഒന്ന് ഏതാണ്? റജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ, ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അള്ളാഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഫഹുവ യത്ലൂഹു ആനാ അല്ലൈലി വ ആനാ അന്നഹാർ, രാവു പകൽ ഒരുപോലെ. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഖുർആൻ പാരായണം ചെയ്യുന്നു എന്നാണ്. രാത്രിയിൽ ഖിയാമുൽ ലൈൽ നമസ്കരിച്ചുകൊണ്ടും
പകലിൽ പാരായണം ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടും നിരന്തരമായി ഖുർആനുമായി ബന്ധം വെച്ചു പുലർത്തുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരാളെ കാണുമ്പോൾ ഫസമിഅഹു ജാറുൽ ലഹു, അയൽവാസി കേൾക്കുകയാണ്, തൻ്റെ അയൽവക്കത്തുള്ള തൻ്റെ സഹോദരൻ ആ വ്യക്തി നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നു. ലൈതനി ഊതീതു മിസ്ല മാ ഊതിയ ഫുലാൻ, ആ വ്യക്തിക്ക് അല്ലാഹു നൽകിയതുപോലെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ, എനിക്കും ഖുർആൻ ഭംഗിയായി ഓതാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെയുള്ള ഒരു അവസ്ഥയെ പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ഈണത്തിൽ പാരായണം ചെയ്യുക, അത് ഹിഫ്ളാക്കുക, രാവു പകൽ ഒരുപോലെ സമയം ലഭിക്കുമ്പോഴൊക്കെ അതുമായി ബന്ധം പുലർത്താൻ സാധിക്കുകയും ചെയ്യുക എന്നത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാകുന്നു. മാത്രമല്ല സഹോദരങ്ങളെ, ഇഹത്തിലെയും പരത്തിലെയും എല്ലാ ഔന്നിത്യവും പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അമാ ഇന്ന നബിയക്കും ഖദ് ഖാൽ, ഇതാ നിങ്ങളുടെ നബി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരു വിഭാഗം ആളുകൾക്ക് ഉയർച്ച നൽകുന്നു, മറ്റൊരു വിഭാഗത്തെ അല്ലാഹു താഴ്ത്തിക്കളയുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഖുർആനിനോടുള്ള പോസിറ്റീവായ സമീപനമാണ് ഒരു വ്യക്തിയുടെ ഉയർച്ചയ്ക്ക് നിദാനമായിട്ടുള്ളത്. എന്നാൽ ഖുർആനിനെ അവഗണിക്കുന്നതിലൂടെ ഒരു വ്യക്തി പരാജയപ്പെട്ടു പോകുന്നു, ഈ ലോകത്തും ഖബറിലും പരലോകത്തും. അപ്പോൾ പരിശുദ്ധ ഖുർആനിലൂടെയാണ് റിഫഅത്ത് ഉണ്ടാകുന്നത്, ഉയർച്ചയുണ്ടാകുന്നത്, ഔന്നിത്യമുണ്ടാകുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഔന്നിത്യം ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഖബറിലും മഹ്ശറും ലഭിക്കുമെന്നാണ് സ്വഹീഹായ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഉദാഹരണത്തിന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ മസ്ഊദുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, യഉമ്മുൽ ഖൗമ അഖ്റഉഹും ലികിതാബില്ലാഹ്, ഒരു സമൂഹത്തിന് ഇമാമായി നിൽക്കേണ്ടത് പ്രത്യേകിച്ചും നമസ്കാരത്തിലും അതേപോലെ സാധിക്കുമെങ്കിൽ അതല്ലാത്ത ഭൗതിക വിഷയത്തിലും നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ അർഹൻ അഖ്റഉഹും ലികിതാബില്ലാഹ്, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ നൈപുണ്യമുള്ള ഹിഫ്ളുള്ള പാരായണം ചെയ്യുന്ന ആളുകൾ, അവരാണ് ഒരു സമൂഹത്തിന് ഇമാമായി നിൽക്കേണ്ടത് എന്നാണ്. ഫഇൻ കാനൂ ഫിൽ ഖിറാഅത്തി സവാഅൻ, ശ്രദ്ധിക്കുക, ഖിറാഅത്തിൽ ഒരു സമൂഹത്തിലുള്ള അല്ലെങ്കിൽ ഒരു പള്ളിയിൽ ഹാജരായ മുഴുവൻ ആളുകളും ഒരേപോലെ ഹിഫ്ളും കാര്യങ്ങളുമാണെങ്കിലോ എങ്കിൽ ഫഅലമുഹും ബിസ്സുന്ന, ഹദീസുകൾ സുന്നത്ത് കൂടുതൽ അറിയുന്നവർ മുന്നിൽ നിൽക്കണം. അപ്പോൾ അവിടെ വളരെ കൃത്യമാണ് ഖുർആനിലുള്ള പാരായണത്തിലുള്ള കഴിവ്, ഹിഫ്ള്, അതുമായി ബന്ധപ്പെട്ട അറിവ് ഒരു വ്യക്തിയെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയായ നമസ്കാരത്തിൻ്റെ ഇമാമായി നിശ്ചയിക്കാൻ പര്യാപ്തമാക്കി തീർക്കുന്നു. അതിനു പുറമെ ഭൗതികമായ ഇമാമത്തും അത്തരം ആളുകൾക്ക് തന്നെയാണ് നൽകപ്പെടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നും ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യജ്മഉ ബൈന الرجلين من قتل أحد في ثوب واحد ثم يقول أيهم أكثر أخذا للقرآن. ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ട ഷഹീദുകളായ സ്വഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാളെ ഒരു വസ്ത്രത്തിലായിരുന്നു പൊതിഞ്ഞിരുന്നത്, വസ്ത്രത്തിൻ്റെ ലഭ്യത കുറവ് കൊണ്ട്. എന്നിട്ട് അവരെ ലഹദിൽ വെക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ചോദിക്കുന്ന ചോദ്യം എന്താണ്? രണ്ടുപേരും കൊല്ലപ്പെട്ടവരാണ്, രണ്ടുപേരും ഷഹീദുകളാണ്, എന്നിട്ടും റസൂലുള്ള ചോദിക്കുന്നത് എന്താണ്? അയ്യുഹും അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ, ഈ ഷഹീദുകളിൽ കൂടുതൽ ഖുർആൻ ഹിഫ്ളുള്ള വ്യക്തി ആരാണ്? ഫൈദാ ഉശിറ ഇലാ അഹദിഹിമ, ഇന്ന ആൾക്കാണ് എന്ന് സഹാബികൾ പറഞ്ഞു കൊടുത്താൽ ഖദ്ദമഹു ഫിൽ ലഹദ്, ലഹദിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ മുന്തിപ്പിച്ചത് ഖുർആനിൽ കൂടുതൽ അറിവുള്ള ആളുകളെയാണ്. എന്ന് പറഞ്ഞാൽ ഖബറിൽ പോലും മുൻഗണന. ഉലമാക്കൾ പറഞ്ഞത് ഖിബ്ലയുടെ നേരെ ഏറ്റവും മുന്നിൽ ആ വ്യക്തിയാണ് വെച്ചത്, അതിനാണ് ആ പദം പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ആദ്യം വെക്കുക എന്നതിനേക്കാൾ ഖിബ്ലയുടെ നേരെ ആരാണ്, ഏറ്റവും മുന്നിൽ ആരാണ്, അത് ഖുർആൻ കൂടുതൽ അറിഞ്ഞ വ്യക്തിയാണ്. നമസ്കാരത്തിൽ ഇമാമായതുപോലെ തന്നെ ഖിബ്ലയുടെ നേരെ അള്ളാഹുവിൻ്റെ റസൂല് തിരഞ്ഞെടുത്തത് ഖുർആനിൽ കൂടുതൽ അറിവുള്ള ആളുകളെയാണ്. എന്ന് മാത്രമല്ല സ്വഹാബികൾക്കറിയാമായിരുന്നു എന്നാണ്. ആർക്കാണ് കൂടുതൽ ഖുർആൻ അറിയാവുന്നത്?
ആർക്കാണ് കൂടുതൽ ഹിഫ്ളുള്ളത്? അത് വ്യക്തമായിരുന്നു. കാരണം അത്രമാത്രം പ്രാധാന്യം ഖുർആനിൻ്റെ ഹിഫ്ളിനും പാരായണത്തിനും സ്വഹാബികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നൽകിയിരുന്നു എന്നാണ്. അതേപോലെ തന്നെ നാളെ ഖിയാമത്ത് നാളിൽ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖുർആനിൻ്റെ സാഹിബിനോട് പറയപ്പെടും. സാഹിബ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നാണ്. ആ പദം പ്രയോഗിക്കപ്പെടുന്നത് ഖുർആനുമായി നിരന്തര ബന്ധം പുലർത്തുമ്പോൾ മാത്രമാണ്. നാം ആരെയാണ് കൂട്ടുകാരൻ എന്ന് വിളിക്കുന്നത്? എപ്പോഴും കൂടെയുള്ളവനാണ് കൂട്ടുകാരനെങ്കിൽ സാഹിബുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനുമായി നിരന്തര ബന്ധം വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയോട് പറയപ്പെടും ഖിയാമത്ത് നാളിൽ, ഇഖ്റ, പാരായണം ചെയ്യാൻ വേണ്ടി പറയും, വർതഖി, എന്നിട്ട് കയറിപ്പോകാൻ വേണ്ടി പറയും, വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ. ശ്രദ്ധിക്കുക, വറത്തിൽ, സാവകാശത്തിൽ ഖുർആൻ പാരായണം ചെയ്യുക. ഏതുപോലെ? കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് ഓതിയതുപോലെ. അപ്പോൾ ദുനിയാവിൽ ഖുർആനുമായി നിരന്തര ബന്ധം വെച്ച് പുലർത്തിയ വ്യക്തിയോട് മാത്രമേ ഇത് പറയപ്പെടുകയുള്ളൂ എന്നർത്ഥം. എന്നിട്ട് കയറിപ്പോകാൻ പറയും. എവിടേക്ക്? സ്വർഗത്തിൻ്റെ ദറജകളിൽ. ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, നീ ഓതുന്ന അവസാനത്തെ ആയത്ത് എവിടെയാണോ അവിടെയായിരിക്കും സ്വർഗത്തിൽ നിൻ്റെ വീട്. നിനക്ക് 10 ആയത്ത് അറിയാമെങ്കിൽ നിൻ്റെ ദറജ ആ ഒരു ലെവലിലായിരിക്കും. നിനക്ക് പകുതിയോളം ഖുർആൻ അറിയാമെങ്കിൽ സ്വർഗത്തിൻ്റെ മധ്യഭാഗത്തായിരിക്കും. നിനക്ക് മുഴുവനുമായി ഖുർആൻ അറിയാം, നീ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അർശിൻ്റെ താഴെയുമായിരിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാകുന്നു ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അത് തന്നെയാകുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഏതോ ഒരു കാര്യത്തെ സംബന്ധിച്ചല്ല പറയുന്നത്. നമ്മുടെ ചുറ്റിലും കാണപ്പെടുന്ന 100,000 കോപ്പികൾ നമ്മളുടെ ചുറ്റിലുമുണ്ട്. അങ്ങനെയുള്ള ആ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരാൻ ആളുകളുണ്ട്, സംവിധാനമുണ്ട്, പണ്ഡിതന്മാരുണ്ട്, കാര്യങ്ങളുണ്ട്, ഉസ്താക്കന്മാരുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പഠിക്കാൻ നാം തയ്യാറായാൽ ഈ ലോകത്തും പരലോകത്തും വളരെ വലിയ ഫളലാണ് കാത്തു നിൽക്കുന്നത്. അവസരങ്ങൾ പാഴാക്കാതിരിക്കുക. ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാളെ മഹ്ശറിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ വലിയ ആദരവ് ലഭിക്കുന്ന ആളുകളായി ഖുർആനിൻ്റെ ആളുകൾ മാറുമെന്നാണ് ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നു. അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ യജീഉ സാഹിബുൽ ഖുർആനി യൗമൽ ഖിയാമ, ഖുർആനിൻ്റെ കൂട്ടുകാരൻ ഖിയാമത്ത് നാളിൽ വരുമെന്നാണ്. ഫയഖൂൽ, അപ്പോൾ പറയപ്പെടും അൽ ഖുർആൻ, ഫയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും യാ റബ്ബി ഹല്ലി, അല്ലാഹുവേ ഈ വ്യക്തിയെ ആദരിക്കണമേ, ആദരവിൻ്റെ ഉടയാടകൾ, ആഭരണങ്ങൾ ഈ വ്യക്തിക്ക് നൽകണമേ. ഫയുൽബസു താജൽ കറാമ, കറാമത്തിൻ്റെ ആദരവിൻ്റെ ഒരു കിരീടം തലയിൽ വെച്ചു കൊടുക്കുന്നതാണ്. ആർക്ക്? സാഹിബുൽ ഖുർആനിനുള്ളതാണ്. ആദരവിൻ്റെ ഒരു കിരീടം തലയിൽ വെച്ചു കൊടുക്കും. സുമ്മ യഖൂലു യാ റബ്ബി സിദ്ഹു, വീണ്ടും ഖുർആൻ പറയും റബ്ബേ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്ന് പറയും. അതേപോലെ തന്നെ യാ റബ്ബി ഇർള അൻ, ഈ വ്യക്തിയെ നീ തൃപ്തിപ്പെടുകയും ചെയ്യണമേ. ഫയർള അൻ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ തൃപ്തിപ്പെടുന്നതാകുന്നു. വയുഖാലു ലഹു ഇഖ്റ വർഖ വയസ്ദാദു ബികുല്ലി ആയത്തിൻ ഹസന, ആ വ്യക്തിയോട് പറയപ്പെടും ആ കിരീടമെല്ലാം അണിയിച്ചുകൊണ്ട്. അതേപോലെ തന്നെ മറ്റൊരു റിവായത്തിലുള്ളത് ഫയുൽബസു ഹുല്ലത്തുൽ കറാമ, കറാമത്തിൻ്റെ വസ്ത്രവും അണിയിപ്പിച്ചു കൊടുക്കുമെന്നാണ്. ഓരോ ആയത്തിനും ദറജകളാണ് എന്നാണ്. വയസ്ദാദു ബികുല്ലി ആയത്തിൻ ഹസന, ഓരോ ആയത്തിനും ഓരോ ഹസനത്ത് വർദ്ധിപ്പിക്കപ്പെടുന്നതാകുന്നു. ഹാഫിദുൽ മുൻദിരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഖാലൽ ഖത്താബിയു, ഇമാം ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിരിക്കുന്നു, ജാഅ ഫിൽ അസർ, സഹാബത്തിൽ നിന്നുള്ള ചില അസറിൽ വന്നിട്ടുണ്ട്, അന്ന അദദ ആയിൽ ഖുർആൻ അലാ ഖദ്രി ദറജിൽ ജന്നതി ഫിൽ ആഖിറ, സ്വർഗത്തിൻ്റെ ദറജകൾക്കനുസരിച്ചാണ് അള്ളാഹു ഖുർആനിലെ ആയത്തുകളെ
ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ്. അല്ലെങ്കിൽ നേരെ തിരിച്ചും ഖുർആനിലെ ആയത്തുകൾക്കനുസരിച്ച് സ്വർഗത്തിൽ ദറജ. കാരണം ഒരായത്തിന് ഒരു ദറജയാണെങ്കിൽ ഖുർആനിലെ മുഴുവൻ ആയത്തുകളും തീരുമ്പോൾ സ്വർഗലോകത്തിലെ ദറജകളും അവസാനിക്കുന്നു. അപ്രകാരം അള്ളാഹു സ്വർഗത്തെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഓതുന്ന ഓരോ ആയത്തുകളും നാം ഹിഫ്ളാക്കുന്ന ഓരോ ആയത്തുകളും സ്വർഗലോകത്തിൽ വലിയ ദറജ ലഭിക്കാൻ കാരണമായി തീരുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് ആ വിഷയങ്ങളെ അങ്ങനെ തന്നെ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ മക്കളോട് ചെയ്യുന്ന സേവനങ്ങളിൽ, മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലുതാണ് അവരെ ഖുർആൻ പഠിപ്പിക്കുക എന്നത്. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹ് ഇബ്നു ബുറൈദത്ത് അസ്ലമി റളിയല്ലാഹു തആല അൻഹു തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅൽ ഖുർആന വതഅല്ലമഹു വഅമില ബിഹി ഉൽബിസ യൗമൽ ഖിയാമത്തി താജൻ മിൻ നൂരിൻ ദൗഉഹു മിസ്ലു ദൗഇശ് ശംസ്. ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നു, മൻ ഖറഅൽ ഖുർആൻ. 2 വതഅല്ലമഹു, അത് പഠിക്കുന്നു. 3 വഅമില ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഈ മൂന്നാമത്തതില്ലെങ്കിൽ ആദ്യത്തെ 2ഉം നിഷ്ഫലമാണ്. ഖുർആൻ പാരായണം ചെയ്യണം, 2 പഠിക്കണം. ഇത് 2ഉം എന്തിനാണ്? അമലാക്കാൻ വേണ്ടിയാണ്. വഅമില ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ഖിയാമത്ത് നാളിൽ ഒരു കിരീടം അണിയിക്കപ്പെടും. ആ കിരീടത്തിൻ്റെ പ്രകാശം എന്നത് മിസ്ലു ദൗഇശ് ശംസ് എന്നാണ്, സൂര്യനെപ്പോലെ പ്രകാശിക്കുമെന്നാണ്. എത്രയാണോ സൂര്യൻ്റെ പ്രകാശം അതുപോലെ പ്രകാശിക്കുന്ന ഒരു കിരീടം. വയുക്സ വാലിദൈഹി ഹുല്ലതാനി ലാ യഖൂമു ബിഹിമ ദുനിയ. ഈ ഖുർആൻ പഠിച്ച ആളുടെ മാതാപിതാക്കൾക്ക് 2 ഉടയാടകൾ അല്ലെങ്കിൽ 2 ആഭരണങ്ങൾ അണിയിക്കപ്പെടുന്നതാണ്. ദുനിയാവിലുള്ള ഒരു വിഭവവും അതിന് പകരം നിൽക്കില്ല എന്നാണ്. ഇവിടെയുള്ള സ്വർണമോ ഇവിടെയുള്ള വെള്ളിയോ ഇവിടെയുള്ള രത്നങ്ങളോ ഇവിടെയുള്ള സമ്പത്തുകളോ ആ നൽകപ്പെടുന്ന ഉടയാടകൾക്ക് പകരം നിൽക്കില്ല. അത്രയും ഉന്നതമായ 2 ആദരവിൻ്റെ ആഭരണങ്ങൾ അവരെ അണിയിക്കുമെന്നാണ്. അപ്പോൾ ആ മാതാപിതാക്കൾ അവർ ചോദിക്കും, ബിമ കുസീന, എന്തിനാണ് ഞങ്ങൾക്ക് ഈ വസ്ത്രം ലഭിച്ചിട്ടുള്ളത്? ഇവിടെ മഹ്ശറിൽ കോടാനുകോടി മനുഷ്യന്മാർ ഉള്ളിടത്ത് ഞങ്ങളെ മാത്രം പ്രത്യേകം വിളിച്ച് എന്തിനാണ് ഈ ആദരവിൻ്റെ വസ്ത്രം നൽകിയത് എന്നവർ ചോദിക്കുമ്പോൾ അവിടെ നൽകപ്പെടുന്ന മറുപടി, ബി അഖ്ദി വലദിക്കുമൽ ഖുർആൻ. നിങ്ങൾ 2 പേരുടെയും മക്കൾ ഖുർആൻ പഠിച്ചവരാണ്, ഖുർആൻ അനുസരിച്ച് ജീവിച്ച മക്കളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു മക്കൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ, അങ്ങനെ മക്കളെ വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ച മാതാപിതാക്കളെ, ഇത് നിങ്ങൾക്കതിൻ്റെ ആദരവാണ് എന്ന് മഹ്ശറിൽ പറയപ്പെടുമ്പോൾ അത് എത്രമാത്രം വലിയ അനുഗ്രഹമായിരിക്കും എന്ന് നാം ഓരോരുത്തരും ആലോചിച്ചു നോക്കുക. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അതാണ് നമ്മുടെ വിജയ പരാജയങ്ങളെ നിശ്ചയിക്കുന്നത്. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ശുഅബുൽ ഈമാനിൽ ഉദ്ധരിക്കുന്നു, ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അൽ ഖുർആനു ഷാഫിഉൻ, ഖുർആൻ ഷാഫി ആണ്, നമുക്ക് വേണ്ടി ശുപാർശ പറയും. നമ്മുടെ മാതാപിതാക്കളും മക്കളും ഇണകളും സുഹൃത്തുക്കളും നമ്മെ ഓടിവിട്ടകലുന്ന മഹ്ശറിൽ നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ പരിശുദ്ധ ഖുർആൻ ഉണ്ടാകും എന്നാണ്. മുശഫഉൻ, ഖുർആൻ ശുപാർശ പറഞ്ഞാൽ ആ ശുപാർശ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അതേപോലെ തന്നെ വമാഹിലുൻ, ഖുർആൻ നമുക്ക് വേണ്ടി തർക്കിക്കുമെന്നാണ്. അല്ലാഹുവിനോട് വാദിക്കും, ആ വാദം സ്വീകരിക്കപ്പെടും. മുസദ്ദഖുൻ, ആ വാദം സത്യപ്പെടുത്തപ്പെടും. ഫമൻ ജഅലഹു ഇമാമൻ ഖാദഹു ഇലൽ ജന്ന, അതുകൊണ്ട് ആരാണോ ഖുർആനിനെ ഇമാമായി സ്വീകരിക്കുന്നത് സ്വർഗ്ഗത്തിലേക്ക് ഖുർആൻ ആ വ്യക്തിയെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. വമൻ ജഅലഹു ഖൽഫഹു സാഖഹു ഇലന്നാർ, ആരെങ്കിലും ഖുർആനിനെ പിറകിലേക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ ആ ഖുർആൻ ആ വ്യക്തിയെ നരകത്തിലേക്കും കൊണ്ടുപോകും. നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതും നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതും പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. ഖുർആനിനെ ഇമാമാക്കിയാൽ അഥവാ ഖുർആനിനെ നമ്മൾ ഇത്തിബാഇ ചെയ്താൽ, ഫോളോ ചെയ്താൽ, ഇമാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇമാം കൈകെട്ടുമ്പോൾ നാമും കൈകെട്ടുന്നു, ഇമാം റുക്കുവിൽ പോകുമ്പോൾ നാമും റുക്കുവിൽ പോകുന്നു. അതിനാണല്ലോ ഇമാമായി നിർത്തുക എന്ന് പറഞ്ഞാൽ. എന്നതുപോലെ ഖുർആൻ എന്താണോ കൽപ്പിക്കുന്നത്, ഖുർആനിൽ എന്താണോ ഉള്ളത് അത് ചെയ്യുക. എന്താണോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അതിൽ നിന്ന് മാറി നിന്നാൽ തീർച്ചയായും സ്വർഗത്തിൽ പോകാൻ സാധിക്കും. എന്നാൽ ഖുർആനിനെ പിറകിലേക്ക് മാറ്റിവെച്ചാലോ തീർച്ചയായും നാം നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിക്കുന്നു, വഇന്നൽ ഖുർആന യൽഖാ സാഹിബഹു യൗമൽ ഖിയാമ ഹീന യൻഷഖു അൻഹു ഖബ്റുഹു. ഒരാൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ
പരിശുദ്ധ ഖുർആനായിരിക്കും ഖിയാമത്ത് നാളിൽ നമ്മെ കണ്ടുമുട്ടുക. കർറജുലി ഷാഹിബി, ക്ഷീണിച്ച ഒരു യുവാവിനെ പോലെ, ഫയഖൂലു ലഹു ഹൽ തഅരിഫുനി, നിനക്കെന്നെ അറിയാമോ എന്ന് ഖുർആൻ അന്ന് മഹ്ശറിൽ വെച്ച് ചോദിക്കുമെന്നാണ്. ഫയഖൂലു മാ അഅരിഫുക്, എനിക്കറിയില്ല, കാരണം ഒരു യുവാവിൻ്റെ വേഷത്തിലാണ്. അപ്പോൾ ഫയഖൂലു, ഖുർആൻ പറയും, അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിൻ്റെ കൂട്ടുകാരനായ ഖുർആനാണ്. അല്ലദീ അഗ്മഅതുക ഫിൽ ഹവാജിർ വ അസ്ഹർതു ലൈലക്, രാത്രിയിൽ നിനക്ക് ഉറക്കം നഷ്ടപ്പെട്ടത് ഞാൻ കാരണത്താലാണ്. നീ ഖുർആൻ ഓതി രാത്രി നമസ്കരിച്ചു. പകലിൽ നിനക്ക് ദാഹമുണ്ടായത് ഞാൻ കാരണത്താലാണ്. കാരണം ഞാൻ അവതീർണമായ മാസത്തിൽ നീ നോമ്പ് നോറ്റു. അങ്ങനെ നിന്നെ നോമ്പുകാരനാക്കിയ, നിന്നെ രാത്രി നമസ്കാരക്കാരനാക്കിയ നിന്റെ കൂട്ടുകാരനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് മഹ്ശറിൽ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മെ സ്വീകരിക്കാൻ പരിശുദ്ധ ഖുർആൻ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. എങ്കിൽ പിന്നെ എന്തിനാണ് വിഷമം, എന്തിനാണ് ബേജാറ്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിനെ കൂട്ടുപിടിക്കുന്ന കാലത്തോളം പരാജയപ്പെടുകയില്ല. ആ പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നാം ഓരോരുത്തരും ശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.